പതിനായിരക്കണക്കിന് പ്രതിഫലം, പതിനായിരക്കണക്കിന് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയ കൂലി അള്ളാഹു ഒരു തവണ ചൊല്ലിയാൽ പതിനായിരക്കണക്കിന് പ്രതിഫലം, പതിനായിരക്കണക്കിന് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയ കൂലി അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് മഹാരഥന്മാർ പറഞ്ഞ, മഹാരഥന്മാർ പഠിപ്പിച്ച അത്ഭുത സ്വലാത്ത്. രണ്ടാമത്തത്, ഒരു ദിവസം 100 തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ, ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിന്റെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും നൂറ് നമ്മുടെ കൽബിലേക്ക് ഇട്ട് തരും. അങ്ങനെ നൂറ് നമ്മുടെ കൽബിലേക്ക് ഇട്ട് തന്നാൽ ഫലം യുഅദ്ദിബുഹു അബദ, പിന്നെ അവനൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ല, ദുനിയാവിലുമില്ല ആഖിറത്തിലുമില്ല. മൂന്നാമത്തത്, രാവിലെ ഒരാൾ 100 വട്ടം ചൊല്ലി, സുബഹി നിസ്കാരം കഴിഞ്ഞ് 100 വട്ടം ചൊല്ലി, അതുപോലെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് 100 വട്ടം ചൊല്ലിയാൽ അവന് കിട്ടുന്ന പ്രതിഫലം 1,00,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം. നമ്മുടെ 4ാമത്തെ പ്രതിഫലം, ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം, കരുണ നമുക്ക് കിട്ടും. അള്ളാന്റെ കരുണ കിട്ടിയ നിബിധങ്ങൾ പറഞ്ഞെന്താ? ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ ബിറഹ്മത്തില്ല. സ്വഹാബ, നിങ്ങൾ ഒരാൾ സ്വർഗ്ഗത്തിൽ കടക്കൂല ഇല്ലാ ബിറഹ്മത്തില്ല, റബ്ബിന്റെ കരുണയില്ലാതെ ഒരാൾ സ്വർഗ്ഗത്തിൽ കടക്കൂല. 5ാമത് സ്വലാത്ത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടം, അവന്റെ മനസ്സിലുള്ള, ജീവിതത്തിലുള്ള, സാമ്പത്തികമായിട്ടാകട്ടെ, ശാരീരികമായിട്ടാകട്ടെ, മാനസികമായിട്ടാകട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, ഏതൊരു പ്രയാസമാണോ അവനെ വേദനപ്പെടുത്തുന്നത് അത് അള്ളാഹു മാറ്റിത്തരുമെന്നാണ്. 6ാമത്തത്, അള്ളാഹുവിന്റെ സലാമത്ത് അവന് കിട്ടും, കാവല് പ്രത്യേകം അവനുണ്ടാവും. 7ാമത്തത്, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം എപ്പോഴേക്കട്ടെ ഒരു ദിവസത്തിൽ 100 തവണ ഇത് പതിവാക്കുന്നവർക്ക്, നിത്യമായി ചൊല്ലുന്നവർക്ക് മുത്തുനബിതങ്ങളെ ഉറക്കത്തിലും സ്വപ്നം കാണാം, ഉണർവിലും സ്വപ്നം കാണാം. 8ാമത്തെ പ്രതിഫലം, ഈ സ്വലാത്ത് പതിവാക്കുന്നവർ നാളെ അള്ളാന്റെ കോടതിയിൽ കടമ ചെല്ലുമ്പോൾ നിബിതങ്ങളുടെ കൂടെയാണ് താമസിക്കാൻ സൗകര്യപ്പെടുക, നിബിതങ്ങളോടൊപ്പമാണ് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുക, നിബിതങ്ങളുടെ സഹവാസം കിട്ടുമെന്ന് സ്വഹാബത്ത് എപ്പോഴും നിബിതങ്ങളോടൊപ്പം സഹവസിച്ചവരാണ്. ആ ഭാഗ്യം അള്ളാഹു നമുക്ക് തരുമെന്ന് മഹാരഥന്മാർ. 9ാമത്തെ പ്രതിഫലം, മഹാരഥന്മാർ പറയുന്നു, മഹാന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതാപത്തിന്റെ വസ്ത്രം അള്ളാഹു ദുനിയാവിലും അണിയിക്കും, ആഖിറത്തിലും അണിയിക്കും. 10ാമത് മഹാരഥന്മാർ പറയുന്നു, പഠിക്കുന്ന മക്കൾ ഇത് പതിവാക്കിയാൽ അവർക്ക് ഓർമ്മശക്തി ഉണ്ടാകും, പഠന നിലവാരം ഉണ്ടാകും, അവർക്ക് ഉയർച്ച ഉണ്ടാകും, നല്ല ഓർമ്മശക്തിയും ബുദ്ധി കൂർമ്മതയും, നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ ഈ സ്വലാത്ത് കഴിയുമെന്നാണ്. അതുപോലെ 11ാമത് പറയുന്നു, അലസത, മടി, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ സ്വലാത്ത് പതിവാക്കിയാൽ ഇത് മാറുമെന്നാണ്. ഇൻഷാ അല്ലാഹ് ഈ 11 നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്ന അത്ഭുതകരമായ സ്വലാത്താണ്. ഏതാണ് സ്വലാത്ത്? റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാരി വസിറിൽ അസ്റാരി വതിറിയാഖിൽ അഗ്യാരി വമിഫ്താഹി ബാബിൽ ലസാരി സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താരി വആലിഹിൽ അത്ഹാരി വസുഹാബിൽ അഖ്യാരി അദദ നിഅമില്ലാഹി വഇഫ്ളാലി.